ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഒക്കെ റെഡിയാക്കി വെക്കാം. ഏറ്റവും ആവശ്യം വെള്ളക്കടല തന്നെ. 1 കപ്പ് വെള്ളക്കടല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊഴിച്ച് അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതിന് ശേഷം ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വെച്ചേക്കുന്നതാണ് ഇപ്പോൾ. ഇനി മല്ലിയില വേണം. മല്ലിയില 1 കൈപ്പിടി. അതുപോലെ തന്നെ പാഴ്സ്ലിയും സെയിം തന്നെ 1 കൈപ്പിടി തന്നെ പാഴ്സ്ലിയുടെയും മല്ലിയുടെയും ഇലയാണ് വേണ്ടത്, തണ്ടൊന്നും വേണ്ട. ക്യാരറ്റ്, 1 ചെറിയ ക്യാരറ്റ് അത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. സവാള, 1 കുഞ്ഞ സവാള അതും കുഞ്ഞ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് അരയാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്നത്. പിന്നെ വെളുത്തുള്ളി 4 കുഞ്ഞല്ലി വേണം. മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ വേണം. ജീരകപ്പൊടിയും 2 ടീസ്പൂൺ വേണം. ജീരകം ഞാൻ നല്ല ജീരകം ഒന്ന് ചൂടാക്കിയിട്ട് അത് പൊടിച്ചെടുത്തേക്കുന്നതാണിത്. ജീരക പൗഡർ 2 ടീസ്പൂൺ. ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് 3/4 ടേബിൾ സ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ. ഇനി വെള്ളക്കടല നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് കുറച്ച് തരിയായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പശ പോലെ പേസ്റ്റ് പോലെയല്ല ഇത് നമ്മൾ ഗ്രൈൻഡ് ചെയ്യേണ്ടത്. ഇത് നമ്മുടെ പരിപ്പ് വടയുടെ ആ ഒരു പാകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ തരിപ്പായിട്ട് വേണം. അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ മിക്സിയുടെ ജാറിൽ ആണ് ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തേക്കുന്നത്. പൾസ് മോഡിലിട്ടിട്ടാണ് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും ഗ്രൈൻഡ് ചെയ്ത് വരില്ല. അതുകൊണ്ട് കാൽ ഭാഗം വീതം ബാച്ച് വീതം ഇട്ട് കൊടുത്ത് പൾസ് മോഡിലാണ് ഞാനിത് ഗ്രൈൻഡ് ചെയ്തേക്കുന്നത്. ഇതിൽ തീരെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഈ ജാറിൽ തന്നെ നമ്മുടെ ക്യാരറ്റ്, സവാള, വെളുത്തുള്ളി, പാഴ്സ്ലി, മല്ലിയില ഒക്കെ വീണ്ടും പൾസ് മോഡിലിട്ടുകൊണ്ട് തന്നെ അത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതും വീണ്ടും പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. തരിയായിട്ടാണ് ഇതും ഗ്രൈൻഡ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി ഈ ഇലകളൊക്കെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി സവാളയിലും ക്യാരറ്റിലും വെളുത്തുള്ളിയിലും അല്ലെങ്കിൽ ഇലകളിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ കഴുകിയതിൻ്റെ വെള്ളം കൂടി വരുമ്പോൾ ആകെ ഇത് വെള്ളം കൂടിയ പോലെയാവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ ചേർക്കാം. ജീരകം ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തേക്കുന്നത് 2 ടീസ്പൂൺ ജീരകപ്പൊടി അതും ചേർക്കാം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ആദ്യം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതിപ്പോൾ കുഴച്ച് അതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് ആണ്. വെള്ളം അബദ്ധവശ കൂടി പോയിട്ടുണ്ട് എങ്കിൽ കടലമാവിൻ്റെ പൊടി 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് അത് കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ മാവുമേന്ന് വെള്ളം പിഴിഞ്ഞ് കളയണം. ഇത് പിന്നെ ബോളിൻ്റെ ഷേപ്പിൽ ആക്കാം. ഫലാഫൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണ, അതായത് ഭയങ്കര ഫ്ലേവറുള്ള എണ്ണയൊന്നും ഉപയോഗിക്കാതിരിക്കാം. ഹൈ ഹീറ്റിൽ എണ്ണ ചൂടാകുമ്പോൾ ബോൾസ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മീഡിയം ടു ഹൈ ഹീറ്റിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു സൈഡ് 3-4 മിനിറ്റ് ഫ്രൈ ചെയ്യാം. എന്നിട്ട് 3-4 മിനിറ്റിന് ശേഷം അത് ടേൺ ചെയ്യാം ബ്രൗൺ കളറൊക്കെ വരുമ്പോൾ. എന്നിട്ട് അപ്പുറത്തെ ഭാഗവും മറ്റേ സൈഡും 3-4 മിനിറ്റ് തന്നെ അത് വീണ്ടും വേവിക്കാം, ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇപ്പുറത്തെ സൈഡും നല്ല ക്രിസ്പി ടെക്സ്ചർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൗൺ കളറും വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ മീഡിയം ടു ഹൈ ഹീറ്റ് തന്നെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ പേപ്പർ ടൗളിലോട്ട് അത് വറുത്ത് കോരാ. നെക്സ്റ്റ് ബാച്ചും ഇടാം. ഞാൻ 3 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തത്.
ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ടേസ്റ്റ്. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ സാലഡിൻ്റെ ഒപ്പവും സോസിൻ്റെ ഒപ്പം കഴിക്കാനാണ് ഏറ്റവും നല്ലത്. ഇനി ഫലാഫൽ എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത്, കഴിക്കേണ്ടതെന്ന്. ഞാനിവിടെ അമേരിക്കയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇത് ഇങ്ങനെയാണ്. അതായത് ഫലാഫൽ വിത്ത് സാലഡ്, പിന്നെ സോസ് എന്ന് പറയുന്നത് തഹീനി സോസ്. അത് ഫ്ലേവേർഡ് ആയിരിക്കും. അതും പല വേരിയേഷൻസ് ഉണ്ട് ഈ സോസ്. ഹാരിസ തെഹീന, അംബ തെഹീന, പിന്നെ ഷക് തെഹീന, തെഹീന കെച്ചപ്പ്. തഹീനി സോസിൽ തന്നെ അതായത് നമ്മൾ മിൻറ്റ് റെയ്ത്ത ഫ്ലേവർ എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ ചേർത്തിട്ടുള്ളതാണ് ആ സോസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം അമേരിക്കയിലായതുകൊണ്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഇങ്ങനെ സാലഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ സാലഡ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യുക്കുംബർ, ടൊമാറ്റോ, പിന്നെ ഡില്ലെന്ന് പറഞ്ഞിട്ടൊരല, പാഴ്സ്ലി ചേർക്കും, സ്പിനാച്ച്, അങ്ങനെ നമ്മുടെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകളിൽ പീത്ത ബ്രെഡിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്ത് ഫലാഫലും സാലഡും സോസും ആയിട്ട് അങ്ങനെ സ്റ്റഫ് ചെയ്ത് അങ്ങനെയും ഞാൻ കാണാറുണ്ട്. ഇത് ഞാൻ വെറുതെ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ ഹമ്മൂസിൻ്റെ ഒപ്പം അങ്ങനെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് ആദ്യം കുറേ പ്രാവശ്യം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇത് തീരെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കണ ആ ഒരു ടേസ്റ്റ് വരാറില്ല. സംഭവം ഇത് ഭയങ്കര ഹെൽത്തിയാണ്, ഫുൾ ഓഫ് പ്രോട്ടീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു കുക്ക് ബുക്ക് വായിച്ചു, ഇസ്രയേലി സോൾ എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ സോൾമിനോവിൻ്റെ. അപ്പോൾ അതിലാണ് ഞാൻ ഈ ക്യാരറ്റ് ചേർക്കണത് കണ്ടത്. അപ്പോൾ ക്യാരറ്റും പാഴ്സ്ലിയും മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നമ്മുടെ പരിപ്പ് വട പോലെ ആവില്ല ഫലാഫിൽ. കറക്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല പച്ചപ്പ്. പിന്നെ ഈ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കണില്ല, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ എല്ലാവരും.